ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളും കളക്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയായിരിക്കും എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ടിപ്പ്, നമ്മൾ അടുക്കളയിൽ വെക്കുന്ന ഇതേപോലത്തെ മസാലകളൊക്കെ ഇട്ടിട്ടുള്ള ടിന്നുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കില്ലേ അഴുക്ക്, നമ്മൾ എന്തെങ്കിലും അഴുക്കുള്ള കഴി കൊണ്ടൊക്കെ പിടിച്ചിട്ടായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെ പറ്റിപ്പിടിച്ച് കിടക്കുമ്പോൾ അത് നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുമ്പോൾ അത്രത്തോളം അങ്ങ് പോവില്ല, കുറേ സമയം നമ്മൾ കിടന്ന് ഉരയ്ക്കേണ്ടി വരും. അങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് വിനാഗിരിയും അതേപോലെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഈ ഒരു അഴുക്കുള്ള ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വിരൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഈ അഴുക്കൊക്കെ നന്നായിട്ട് ഇളകി വരുന്നതായിട്ട് കാണാം കേട്ടോ. അപ്പോൾ സോപ്പ് ഉപയോഗിച്ച് കഴുകാൻ പറ്റില്ല എന്ന് പറഞ്ഞത് 100% സത്യമാണ്. കാരണം ഞാനിങ്ങനെ പഞ്ചസാരേൻ്റെ ടിന്നിൻ്റെ മുകളിൽ ഇങ്ങനെ അഴുക്കുണ്ടായിട്ട് ഞാൻ സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകാൻ നോക്കിയിട്ടില്ല, കുറേ സമയം കിടന്ന് ഉരയ്ക്കേണ്ടി വന്നു. ഇതൊരു മെഴുക്കും അതേപോലെ അങ്ങനെയൊക്കെ ഓരോന്ന് പിടിച്ച് കിടക്കുന്ന അഴുക്കാണ് കേട്ടോ. അപ്പം എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഇതാ നല്ല രീതിക്ക് തന്നെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ സ്ക്രബ്ബറോ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് വിരൽ ഉപയോഗിച്ചിട്ട് മാത്രം അങ്ങനെ കഴുകിയെടുത്തതാണ്. അപ്പോൾ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മൾ പുതിയ ഫോണൊക്കെ വാങ്ങിക്കുമ്പം പുതിയ ചാർജറൊക്കെ കിട്ടും. അങ്ങനെ ചാർജർ കിട്ടുമ്പോൾ നമുക്ക് കുറേ ചാർജർ നമ്മൾ കുറേ ഉപയോഗിച്ച് കഴിയുമ്പം അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടും അതേപോലെ തന്നെ അതിൻ്റെ അറ്റ ഭാഗത്തായിട്ടും പെട്ടെന്ന് തന്നെ മുറിഞ്ഞു പോകാനായ പോലെ ആവും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പുതിയ ചാർജർ വാങ്ങിക്കുമ്പം ഒരു സെല്ലോ ടേപ്പിൻ്റെ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ഇതേപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത് എത്ര കാലം കഴിഞ്ഞാലും ഈ ഒരു ഭാഗമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് പൊട്ടിപ്പോവുക, അങ്ങനെ പൊട്ടിപ്പോവില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളെ വീട്ടിൽ കുറേ ഉപയോഗിച്ചിട്ട് പൊട്ടി വന്നിട്ടുള്ള ചാർജർ ആണെങ്കിൽ കൂടെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി, അത് പിന്നെ മുഴുവനായിട്ട് അങ്ങ് പൊട്ടിപ്പോകത്തില്ല കേട്ടോ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. ഇത് നമ്മളെല്ലാവരും വീട്ടിലുണ്ടാകുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ നഖം വെട്ടുമ്പം അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ ഒക്കെ തെറിച്ച് പോകും നഖം. ശരിക്കും നമ്മൾ വെട്ടുമ്പം നമ്മൾ കറക്റ്റായിട്ട് നിലത്ത് വീഴത്തില്ല, എങ്ങോട്ടെങ്കിലുമൊക്കെ ചിതറി പോവുകയാണ് ചെയ്യുക. അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം സെല്ലോ ടേപ്പ് എടുത്തിട്ട് അതിൻ്റെ ഇരുഭാഗത്തുമായിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുത്താൽ മതി. ഇത്രത്തോളം സെല്ലോ ടേപ്പ് എടുക്കണ്ട കേട്ടോ, ഒരു ചെറിയ കഷ്ണം മതി. അതേപോലെ തന്നെ ഇത് തിരിച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഒട്ടിച്ച് കൊടുക്കാൻ. ഞാനത് ഇങ്ങനെ എടുക്കുന്നേരം അങ്ങ് വിട്ടുപോയിട്ടുണ്ട്. ഞാൻ ഇതേപോലെ തന്നെയാണ് ഒട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് തിരിച്ചിട്ട് വേണം നമ്മൾ നഖം വെട്ടുന്ന ഈ ഒരു ഇതിൽ വെച്ചിട്ട് വേണം ഈ ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നഖം വെട്ടുന്നതിനനുസരിച്ച് നഖം ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുടുങ്ങിക്കിടക്കും, അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊന്നും തെറിച്ച് പോകത്തില്ല. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മുടെ വീട്ടിൽ ഒരുപാട് കാലമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കത്രികയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മൂർച്ചയൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് മൂർച്ച കൂട്ടിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചെറിയ ഒരു അലൂമിനിയം ഫോയിൽ പേപ്പറിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ നമ്മൾ ഗുളികയൊക്കെ ഉണ്ടാവില്ലേ, ഒരു ഗുളികേൻ്റെ പാക്കറ്റോ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെട്ടിക്കൊടുത്താൽ മതി. അപ്പം കത്രികേൻ്റെ മൂർച്ച നല്ല രീതിക്ക് തന്നെ കൂടും കേട്ടോ. അത് എത്ര പഴക്കമുള്ള കത്രികയായാലും നമുക്ക് മൂർച്ച കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അടുത്തൊരു ടിപ്പിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഡബിൾ ടാപ്പ് ആണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് ഒരു 2 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് നേരെ നമ്മൾ അടുക്കളയിലെ ചുവരിൻ്റെ മുകളിലേക്കായിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ടൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ രണ്ടും നേരെ അങ്ങ് ഒട്ടിച്ച് വെച്ച് കൊടുക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ളത് നമ്മൾ തുണിക്കൊക്കെ കുത്തുന്ന ഈ ഒരു ക്ലിപ്പാണ്. അപ്പം 2 ക്ലിപ്പും എടുത്തിട്ടുണ്ട്. ആ 2 ക്ലിപ്പും ഈ ഒരു ഡബിൾ ടാപ്പിൻ്റെ മുകളിലേക്കായിട്ട് ഒട്ടിച്ച് വെച്ചിട്ട് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ കുത്തി വയ്ക്കുക കേട്ടോ. അത് തീപ്പെട്ടി ആയാലും അതേപോലെ തന്നെ നമ്മളെ ലൈറ്റർ ആയാലും ഇതൊക്കെ നമ്മൾ എപ്പോഴും തിരഞ്ഞാൽ പെട്ടെന്ന് കണ്ടുവെന്ന് വരില്ല. അതൊക്കെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്തൊരു ടിപ്പിലേക്ക് പോകാം. നമ്മൾ ഇസ്തിരി ഇടുമ്പം മിക്കവരും ചെയ്യുന്നതായിരിക്കും കുറച്ച് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇസ്തിരി ഇടുക. അങ്ങനെ ഇടുമ്പം പെട്ടെന്ന് തന്നെ ഈ ഒരു ചുളിവൊക്കെ മാറി കിട്ടുന്നതാണ്. ഇങ്ങനെ വെള്ളം നമ്മളാക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് കംഫർട്ടും കൂടെ ആക്കിയിട്ട് ഇതേപോലെ സ്പ്രേ ചെയ്തിട്ട് ഇസ്തിരി ഇടുകയാണെങ്കിൽ ഈ ഒരു ക്ലോത്തിന് നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടാവും. പിന്നെ വെള്ളം ഉപയോഗിച്ച് നമ്മൾ തുണി അയൺ ചെയ്യുമ്പം ഈ ഒരു ചുളിവൊക്കെ പെട്ടെന്ന് തന്നെ മാറി കിട്ടും കേട്ടോ. ഒത്തിരി സമയം നമ്മൾ ഈ ഒരു ചുളിവിൻ്റെ മുകളിലിട്ട് തേക്കേണ്ട കാര്യമില്ല, അത് പെട്ടെന്ന് തന്നെ വെള്ളം ഉപയോഗിച്ച് സ്പ്രേ ചെയ്യുമ്പോൾ മാറി കിട്ടുന്നതാണ്. അടുത്തൊരു ടിപ്പിലേക്ക് പോകാം. ഇതേപോലെ ബ്രെഡൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ പകുതിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അത് നമുക്ക് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ മുകളിലൊരു കമ്പി കഷ്ണം ഉണ്ടാവും കുടുക്കിയിട്ട്, അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഉണ്ടാവും. കമ്പി കഷ്ണം റബ്ബർ ബാൻഡൊക്കെ നമ്മൾ എവിടെയെങ്കിലും വെച്ച് പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ബ്രെഡിൻ്റെ പിന്നെ കുടുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത് നന്നായിട്ട് പിരിച്ചിട്ട് അതിൻ്റെ ഒരറ്റം ഇതേപോലെ ഒന്ന് ബാക്കോട്ടേക്ക് ആക്കിയിട്ട് മടക്കി വെച്ച് കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും വെക്കുമ്പോൾ ബ്രെഡ് നല്ല മരക്കഷ്ണം പോലെ ആയിപ്പോവും. ഇങ്ങനെ ആകുമ്പം അത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്കൊന്നും കാറ്റും കിടക്കത്തില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്തൊരു ടിപ്പിലേക്ക് പോവാം.
നമ്മൾ ഇഞ്ചിയൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാണെങ്കിലും അല്ലെങ്കിൽ പുറത്ത് വെച്ചാണെങ്കിലും ഇഞ്ചി പെട്ടെന്ന് തന്നെ ചുക്കിച്ചുളിഞ്ഞ് ഉപയോഗിക്കാൻ പറ്റാണ്ടായി പോകും. പിന്നെ അതിൻ്റെ തൊലി കളയാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. തൊലിയും അതിൻ്റെ അകത്തുള്ള സംഭവമൊക്കെ നമ്മൾ ഒരുമിച്ച് കളയേണ്ടി വരും. അങ്ങനെ വരുന്ന സമയത്ത് ഒരു ചെറിയ ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണം എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ ഒരു ഇഞ്ചി പൊതിഞ്ഞിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് കവർ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ വെച്ചെടുത്താൽ മതി കേട്ടോ. എത്ര ദിവസം കഴിഞ്ഞാലും വേണ്ടി വന്ന ഒരു മാസം വരെയൊക്കെ നിൽക്കും കേട്ടോ, ഈ ഒരു ഇഞ്ചി ചുക്കിച്ചുളിഞ്ഞൊന്നും പോവാതെ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മൾ കുറേയധികം ചെറുനാരങ്ങ ഒക്കെ വാങ്ങുന്ന സമയത്ത് ഈ ഒരു ചെറുനാരങ്ങ ഉണങ്ങിയൊന്നും പോവാതെയും ചുളിഞ്ഞൊന്നും പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ എന്തെങ്കിലും ഒരു ബോട്ടിലേക്ക് ഇട്ട് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് അത് മുങ്ങി നിൽക്കുന്ന അത്രയും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെയാകുമ്പം ഈ ഒരു ചെറുനാരങ്ങ ചുക്കി ചുളിഞ്ഞും പോകത്തില്ല, പെട്ടെന്ന് കേട് വരുമൊന്നുമില്ല കേട്ടോ. ഇത് നേരെ ഫ്രിഡ്ജിലേക്ക് കൊണ്ടുപോയിട്ട് വെച്ചാൽ മതി. അപ്പം ചെറുനാരങ്ങ ഒത്തിരി നാൾ നമുക്ക് കേടൊന്നും കൂടാതെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പം അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മളെ കാസറോൾ നമ്മൾ എത്ര തന്നെ കഴുകിയാലും കുറേ ദിവസമൊക്കെ അടച്ചു വെച്ച് കഴിഞ്ഞാലും അല്ലെങ്കിൽ ചോറൊക്കെ ഇട്ട് നമ്മൾ പിറ്റേ ദിവസം തന്നെ എടുത്ത് നോക്കിയാലും ഒരു ബാഡ് സ്മെല്ലുണ്ടാവും. ആ ഒരു ബാഡ് സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം പേപ്പർ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു പിഞ്ചളവിൽ ടൂത്ത് പേസ്റ്റും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊരു 2 മിനിറ്റോളം ഈ ഒരു കാസറോളിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. ഇതിൻ്റെ അകത്തുള്ള എല്ലാ തരത്തിലുള്ള ബാഡ് സ്മെല്ലും മാറിയിട്ടുണ്ടാവും. എന്നിട്ട് വെറും പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിയിട്ട് നമുക്കത് ഉപയോഗിക്കാം കേട്ടോ. അതിൻ്റെ അകത്ത് ഒരു തരത്തിലുള്ള സ്മെല്ലും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുതേ. താങ്ക്